നമസ്തേ. ബോധമണ്ഡല വികാസത്തിലൂടെ ജ്ഞാനോദയത്തിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത് ബോധത്തെ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെ. പക്ഷേ ഇതെല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു ന്യൂനപക്ഷത്തിനാണെങ്കിലും അത് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഏത് തലത്തിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ കർമ്മം, മുൻജന്മങ്ങളിലെ കർമ്മം, ജന്മം, മുൻജന്മങ്ങൾ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനുഷ്യൻ്റെ ബോധമണ്ഡലം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഒരു സെർട്ടൻ ലെവലിലായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ആത്മീയ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഈ ബോധമണ്ഡലത്തിൽ വികാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ബോധമണ്ഡല വികാസവും ഇൻ്റലിജൻസും തമ്മിലൊന്നും പ്രത്യേകിച്ച് ബന്ധമുണ്ടെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പരീക്ഷകളിലൊക്കെ ഒരുപാട് മാർക്ക് മേടിക്കുകയും എന്നാൽ മറ്റുള്ളവരോട് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറാൻ പോലും അറിയത്തില്ലാത്തതായിട്ടുള്ള വ്യക്തികളുണ്ട് എന്നുള്ളതാണ്. ബോധമണ്ഡല വികാസം എന്ന് പറയുമ്പം അവിടെ കൃത്യമായിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡീലിംഗ്, അതുപോലെ തന്നെ എമ്പതി തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്തിക്സ്, വാല്യൂസ്, മൊറാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ബോധമണ്ഡല വികാസം വർദ്ധിക്കും തോറും നമുക്ക് ട്രാൻസ്പെറൻസി, സുതാര്യത വർദ്ധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ, ഹിഡനായിട്ടുള്ള അവസ്ഥകൾ, കള്ളത്തരങ്ങൾ, അതൊക്കെ ബോധമണ്ഡല വികാസം പ്രാപിക്കുന്ന വ്യക്തികളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. ബോധമണ്ഡല വികാസം പ്രാപിക്കുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ പാതയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമയത്തിൻ്റെ ലീനിയർ ആയിട്ടുള്ള അവസ്ഥ മാറുമെന്നുള്ളത്. അതായത് പ്രധാനമായിട്ടും നമുക്ക് ചില സമയത്ത് ഒരു മിനിറ്റിനെ ചിലപ്പോൾ ഒരു മണിക്കൂർ പോലെയോ ഒരു മണിക്കൂറിന് ഒരു മിനിറ്റ് പോലെയോ തോന്നുന്നതായിട്ടുള്ള അവസ്ഥ. അതായത് സമയത്തിനെ ഒരു വ്യക്തി മറികടന്നിട്ടുണ്ടെങ്കിൽ അവൻ പ്രസൻറ്റിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം പലപ്പോഴും സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീനിയർ ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പാസ്റ്റും ഫ്യൂച്ചറും ഉള്ളത്. പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. നമുക്ക് അതിൽ നിന്നുള്ള പാഠങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ആയിരിക്കാനായിട്ട് സാധിക്കും, ഇപ്പോൾ ആയിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിപ്പോൾ ആണ് അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടത്. യുവർ ചോയ്സ് ഡിസൈഡ്സ് വാട്ട് യു ആർ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്തോ അതാണ് പിന്നീട് നിങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ബോധമണ്ഡല വികാസത്തിനനുസരിച്ച് നമുക്ക് ഈ സമയത്തിനോടുള്ള അമിതമായിട്ടുള്ള ബന്ധം മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രസൻറ്റിലായിരിക്കാനായിട്ട് സാധിക്കുകയാണ്. എപ്പോഴും സമയത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം കിട്ടുന്നില്ല ഒന്നിനും എന്നുള്ളൊരവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും വിഷമം, ആകുലത, ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ ആയിരിക്കും. കാരണം ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും പാസ്റ്റിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എപ്പോഴും ആകുലതയോട് കൂടിയിരിക്കുന്നത്? ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സമയത്ത് പ്രസന്റിൽ ജീവിക്കാനായിട്ട് മനുഷ്യൻ മറന്നു പോവുകയും, എന്നാൽ ബോധമണ്ഡല വികാസത്തിലേക്ക് കടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസന്റിൽ ആയിരിക്കാനുള്ള ഒരു കഴിവ് കൂടുകയും ചെയ്യുകയാണ്. സോ ടൈമിൻ്റെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ലീനിയർ ആയിട്ടുള്ള അതിൻ്റെ സ്വഭാവം, സമയത്തിനോടുള്ള നമ്മുടെ അടിമത്തം എന്ന് പറയുന്നത് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി മാറിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളെ കുലുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ബോധമണ്ഡല വികാസത്തിലേക്ക് കടക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ റിയാക്ഷൻ കുറയുമെന്നുള്ളതാണ്. പണ്ട് കാലത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട, പെട്ടെന്ന് ദുഃഖിച്ച, പെട്ടെന്ന് ചീത്ത പറഞ്ഞ, പെട്ടെന്ന് പ്രതികരിച്ചതായിട്ടുള്ള ഇവൻസ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ളതോ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സംയമനത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കുകയാണ്. യു ആർ മോർ കൺട്രോൾഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നിങ്ങളുടെ മനസ്സിന് മേലും നിങ്ങളുടെ ബുദ്ധിയുടെ മേലും ഉണ്ടായിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആത്മാവ് കൂടുതലായിട്ട് നമ്മൾ വെളിവായിപ്പെട്ട് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തിനെയും ആത്മാവ് നിയന്ത്രിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഏതൊരു കാര്യത്തിൻ്റെ മേലും ആത്മാവിന് ഒരു ആധിപത്യം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഇല്ല. ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, അതിനുശേഷം മാത്രമാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ പാറ്റേണിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓവർ റിയാക്ട് ചെയ്യുന്ന അവസ്ഥയെ മറികടക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രാമ എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുമെന്നുള്ളതാണ്. യു ഫീൽ ഡിറ്റാച്ച്ഡ് ഫ്രം ഡ്രാമ. നാടകങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ്. മുൻപ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറാതെ പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇമോഷണൽ ആയിട്ടുള്ള, വൈകാരികമായിട്ടുള്ള പല കൊളുത്തുകളിൽ നിന്നും നമ്മൾക്ക് വിടുതൽ അല്ലെങ്കിൽ മോചനം ലഭിച്ചിരിക്കുകയാണ്.
ബോധമണ്ഡല വികാസം അല്ലെങ്കിൽ അതിന്റെ പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ അടുത്തതായിട്ടുള്ളതാണിത്. നമ്മുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം ഐഡിയ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതല്ല, മറിച്ച് അതൊരു സ്റ്റഡി ഗൈഡൻസ് തന്നെയാണ്. പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഗൈഡൻസിനെ നമുക്ക് ക്ലിയർ ആയിട്ട് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നു. മുൻപും നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്, ബട്ട് നമ്മുടെ ബോധമണ്ഡലം കൂടുതൽ വികാസം പ്രാപിക്കുന്ന സമയത്ത് ഏതാണ് എൻ്റെ മനസ്സിൻ്റെ ശബ്ദങ്ങൾ, ഏതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഇൻഡ്യൂഷൻ, ഏതാണ് എൻ്റെ ഉള്ളിൽ വരുന്ന റാൻഡം തോട്ട്സ് ആൻഡ് ഐഡിയാസ്, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഇൻഡ്യൂഷൻ അതിനെ പ്രതി അത് നയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിന്റെ ജീവിതയാത്രയുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറുകയാണ്. ജീവിതത്തിനെ നമുക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കോയിൻസിഡൻസ് അല്ലെങ്കിൽ കേവലമായിട്ടുള്ള ആകസ്മികമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള പാറ്റേൺസിനെ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തിനു വേണ്ടി അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പാറ്റേൺസ് അല്ലെങ്കിൽ സൈൻസ് അല്ലെങ്കിൽ സിങ്ക്രോണിസിറ്റീസ് പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും നമുക്ക് അടയാളങ്ങളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ബോധമണ്ഡല വികാസം കൂടുതൽ ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി കൂടുതൽ എനർജി സെൻസിറ്റീവായിട്ട് മാറുകയാണ്. കാരണം നമ്മളുടെ ആത്മാവാണ് ശരീരത്തിനെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു വാഹനമായിക്കൊണ്ട്. അപ്പോൾ ആത്മാവിന് വളം കിട്ടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള റിസോഴ്സസ് കിട്ടാത്തതായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് ഈ വാഹനത്തിനെ നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ യാത്ര അതിന് തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഹെവി പ്ലേസസ് ചിലപ്പോൾ നമുക്ക് ടയേർഡ്നെസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ദുർമരണങ്ങൾ നടന്നതായിട്ടുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൂടുതൽ റീചാർജ് ചെയ്യുന്ന മെത്തേഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങളുടെ ഓറയെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, എനർജിയെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള വഴികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. നാച്ചുറൽ പ്ലേസസ് നമുക്ക് ഇൻസ്റ്റന്റ് റീചാർജ് സെന്റേഴ്സ് ആയിട്ട് മാറുകയാണ്. ക്ഷേത്രങ്ങൾ പോലെ, അതായത് ഏതെങ്കിലും ക്ഷേത്രമല്ല, കൃത്യമായിട്ട് വാസ്തു അനുസരിച്ചും അല്ലെങ്കിൽ പണ്ട് കാലത്തെ ആ ഒരു ക്ഷേത്രത്തിൻ്റെതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ശാസ്ത്രവിധികൾക്കനുസരിച്ച് നിർമ്മിച്ചതായിട്ടുള്ള സങ്കേതങ്ങൾ നമുക്ക് എനർജി സെന്റേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വളരെ കാമായിട്ടുള്ള അവസ്ഥ, വളരെ ഗൃഹാതുരത്വം നിറഞ്ഞതായിട്ടുള്ള അവസ്ഥ, അവിടെ നിന്ന് പോകാൻ തോന്നാതെ അവിടുത്തെ ശിലകളെ സ്പർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവിടുത്തെ തൂണുകളിൽ ചാരിയിരിക്കാനായിട്ടും ധ്യാനത്തിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസിയൊക്കെ നമുക്കുണ്ടാകുന്നത്. ബോധമണ്ഡല വികാസം പ്രാപിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ അനുഭവിക്കാനോ സാധിക്കുകയില്ല. അവർ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ, അവരുടേതായിട്ടുള്ള മതങ്ങൾ, അതിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ബോധമണ്ഡല വികാസം പ്രാപിക്കാത്ത വ്യക്തികൾ മറ്റുള്ളവരുടെ പഠിപ്പിക്കലുകളെയാണ് അതേപടി തലയിലേക്ക് എടുത്തു വെക്കുന്നത്. എന്നാൽ വൺസ് ബോധമണ്ഡല വികാസത്തിലേക്ക് കടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് കേട്ടതാണെങ്കിലും അവരൊരു ഫിൽട്ടർ സിസ്റ്റം വെച്ചിട്ട് അവർക്ക് വേണ്ടത് മാത്രം അതിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഗുരു അവരുടെ ഉള്ളിൽ തന്നെ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. ഞാനൊരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു അവയർനെസ് ആണ്, ഞാനൊരു ബോധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുക എന്നുള്ളതാണ് ബോധമണ്ഡല വികാസത്തിൻ്റെ അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് പല ആളുകൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ട് വലിയ താല്പര്യമാണ്, അവരുടേതായിട്ടുള്ള വിജയങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട് വലിയ താല്പര്യമാണ്. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ. ഇതെല്ലാം നിരീക്ഷിക്കുന്ന ഒരു ബോധമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിലയില്ലാതെയായി മാറുമെന്നുള്ളതാണ്. ബോധമണ്ഡല വികാസം പ്രാപിക്കുമ്പോൾ നമ്മൾ ഹയർ സോഴ്സുമായിട്ട്, ഹയർ സെൽഫുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോധമണ്ഡല വികാസത്തിലൂടെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻലൈറ്റൻമെൻറ്റിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ജന്മം, നമ്മുടെ കർമ്മം, ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പാലങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ ബോധത്തിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സ് സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട്, ധ്യാനത്തിലൂടെയും അതുപോലെ തന്നെ ഗൈഡഡ് ഇമേജറിയിലൂടെയും അല്ലെങ്കിൽ സെൽഫായിട്ട് സ്വയം ചെയ്യുന്നതായിട്ടുള്ള ഇമേജറിയിലൂടെയൊക്കെ നമുക്ക് ഭാവന ചെയ്തുകൊണ്ടും നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിച്ചിട്ടുകൊണ്ടും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ആത്മീയതയുടെ അത്ഭുത ലോകത്തുകൂടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.